അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഖിയാറുക്കും ലിനിസാഇഹിം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഭാവ മഹിമയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്ന ഒരു ഹദീസിൻ്റെ അവസാന വാചകങ്ങളാണിത്. ഇതിൻ്റെ അർത്ഥം നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ ആൾ, ഏറ്റവും നല്ല മനുഷ്യൻ ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളോട്, സ്ത്രീകളോട് നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളുകളാണ്. അവരോട് നല്ല സ്വഭാവത്തോടെ സഹവർത്തിത്വം പുലർത്തുന്ന ആളുകളാണ് നല്ലവർ എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. നബി തങ്ങൾ പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും നല്ലവർ സ്വന്തം കുടുംബത്തിനോട് നല്ല രൂപത്തിൽ, പ്രത്യേകിച്ച് സ്വന്തം ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറുന്ന സഹവർത്തിത്വം പുലർത്തുന്ന ആളുകളാണ്. അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ ഭാര്യമാരോട്, കുടുംബത്തിലെ സ്ത്രീകളോട് വളരെ മാന്യമായി, വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇന്നിൻ്റെ സാഹചര്യത്തിൽ നാം ചിന്തിക്കേണ്ട, വളരെയധികം മനസ്സിലാക്കേണ്ട ഹദീസ് വാചകങ്ങളാണ്. കാരണം ഒരു മനുഷ്യൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ് അവൻ്റെ പെരുമാറ്റം. അവൻ വീട്ടിലെ സ്ത്രീകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനനുസരിച്ചാണ് അവൻ്റെ സ്വഭാവത്തിൻ്റെ മഹിമ മനസ്സിലാക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഓരോ മനുഷ്യനും സ്വയം ഒന്ന് ചിന്തിക്കുക, ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിലെ സ്ത്രീകളോട്, പ്രത്യേകിച്ചും ഭാര്യമാരോട് സംസാരിക്കുന്നത്. ഞാനത് പറയാൻ കാരണം, ഉമ്മമാരോടും സഹോദരിമാരോടുമൊക്കെ ഒരുവിധം ആളുകൾ നല്ല രൂപത്തിൽ സംവദിക്കുമെങ്കിലും സ്വന്തം ഭാര്യമാരോട് വളരെ മോശമായി, അടിമകളെപ്പോലെ പെരുമാറുന്ന ആളുകളുണ്ട്. അതൊരിക്കലും ഭൂഷണമല്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഇസ്ലാമിക കുടുംബജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും നമുക്ക് അഭികാമ്യമല്ല. അത്തരത്തിൽ ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നത്, ഏറ്റവും നല്ലവർ സ്ത്രീകളോട് നന്നായി പെരുമാറുന്നവർ. അതിനൊരു മഫ്ഹൂമു മുഖാലഫയുണ്ട്. അതായത് ഇതിൻ്റെ നേരെ വിപരീതമായൊരു കാര്യം. അതെന്താ? നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ വീട്ടിലുള്ള സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവരാണ് എന്ന്. പല ആളുകളെയും നമുക്ക് കാണാം, അവർ പുറത്തുള്ള സ്ത്രീകളുമായി കൊഞ്ചലും കുഴയലും വീഡിയോ കോളിലും നേരിട്ടും ചാറ്റിങ്ങിലുമൊക്കെ വളരെ നല്ല രൂപത്തിൽ സ്നേഹത്തോടെ, സ്നേഹം അഭിനയിച്ചുകൊണ്ട് കൊഞ്ചിയും കുഴഞ്ഞും ആടിയും പാടിയുമൊക്കെ പല ആളുകളോടും സംസാരിക്കുന്ന ആളുകൾ തന്നെ സ്വന്തം വീട്ടിലെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ വളരെ മോശമായ രൂപത്തിൽ, അവർക്ക് ഒരു വിലയും കൽപ്പിക്കാതെ, വളരെ കേട്ടാൽ തന്നെ അറപ്പ് തോന്നുന്ന ഭാഷയിലൊക്കെ സംസാരിക്കുന്ന പല ആളുകളും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നാം പലരോടും അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, അത്തരത്തിൽ സ്ത്രീകളെ അടക്കി നിർത്തിയാൽ മാത്രമാണ് അവർ നമ്മുടെ കൺട്രോളിൽ നിൽക്കുക എന്ന. പക്ഷെ അതൊരു വിഡ്ഢിത്ത ധാരണയാണ്, ഒരു മൂഢധാരണ. കാരണം ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിനെ കീഴടക്കാൻ സ്നേഹം കൊണ്ടും നമ്മുടെ നല്ല പെരുമാറ്റം കൊണ്ടും മാത്രമാണ് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും നല്ലവർ, ഉത്തമർ നിങ്ങളുടെ സ്ത്രീകളോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് എന്ന ഹദീസിൻ്റെ ലിംനിൽ നാം പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകളോട്, പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാരോടുള്ള പെരുമാറ്റം വളരെ നല്ല രൂപത്തിലായിരിക്കണം. കാരണം അവർ അവരുടെ കുടുംബത്തെ വിട്ട് നമ്മുടെ കുടുംബത്തിൽ വന്ന് നമ്മെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ പരിഗണിക്കാനും അവരോട് ചെയ്യേണ്ട കടമകൾ നിർവഹിക്കാനും ഒക്കെ എല്ലാവരും ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ചും പ്രവാസ ലോകത്തൊക്കെയുള്ള ആളുകൾ കോള് ചെയ്യുമ്പോഴും മറ്റുമൊക്കെ പരമാവധി നല്ല രൂപത്തിൽ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ, പരിഗണിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും എന്നോടും വസിയത്ത് ചെയ്യുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.